ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാറുപരസുന്ദരേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ശ്ലോകം 96. കളത്രം ഭൈധാത്രം കതി ഗതി ഭജന്തേ ന കവയഃ ശ്രിയോ ദേവ്യാ കോ വാ ന ഭവതി പദിക്കൈരഭിധനേഃ മഹാദേവം ഹിത്വാ തമസതി സദീനാമജരമേ കുജാഭ്യാമാസംഗ കുരവകദരോമപ്യസുലഭഃ. കളത്രം വൈധാത്രം കതി കതി ഭജന്തേ ന കവയഃ ശ്രിയഃ ദേവ്യാഃ കോ വാ ന ഭവതി പതിഃ കൈഃ അഭിധനൈഃ മഹാദേവം ഹിത്വാ തവ സതി സദീനാമജരമേ കുജാഭ്യാമാസംഗഃ കുരവ കദരഃ അപി അസുലഭഃ. കതി കതി കവയഃ എത്രയെത്ര കവികൾ വൈധാത്രം കളത്രം ബ്രഹ്മപത്നിയായ സരസ്വതിയെ ന ഭജതെ പ്രാപിക്കുന്നില്ല. കൈ ധനേ അപി കുറഞ്ഞൊരു സമ്പത്ത് കൊണ്ടുപോലും കഹവ ഏതൊരുത്തനാണ് ശ്രീയദേവ്യ ശ്രീദേവിയുടെ പതി ഉടമസ്ഥനായി ന ഭവതി ഭവിക്കുന്നില്ല. ഹേ സദീനാമചരമേ അല്ലയോ പതിവ്രതമാരിൽ മുഖ്യയായ സതീ മഹാപതിവ്രതേ തവ അങ്ങയുടെ കുജാഭ്യാം ആസംഗം സ്തനങ്ങളോടുള്ള ആലിംഗനം, അതായത് ഭഗവാൻ ആലിംഗനം ചെയ്യുന്നതിനെ പറ്റി ഇവിടെ വർണ്ണിക്കുന്നു. മഹാദേവം ഹിത്വ പരമശിവനെ ഒഴിച്ച് കുരവ കദരോവെ പരമശിവനെ ഒഴിച്ചിട്ട് മറ്റൊരാർക്കും ദേവിയെ അങ്ങനെ ആലിംഗനം ചെയ്യാൻ പറ്റില്ല. ഒരു കുരവക വൃക്ഷത്തിന് കൂടിയെന്ന്, അതായത് അചേതനമായ ഒരു തടിക്ക് കൂടി അങ്ങനെ ചെയ്യാൻ പറ്റൂല. രമണീ കുജാലിംഗനമാകുന്ന ദേഹത്തോടു കൂടിയതും അചേതനവുമായ കുരവക വൃക്ഷത്തിനു കൂടി അസുലഭ ദുർലഭമാകുന്നു. അങ്ങനെ ദേവിയെ ആലിംഗനം ചെയ്യാൻ പരമശിവന് മാത്രമേ ദേവിയെ ആലിംഗനം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഇവിടെ സാരം. അല്ലയോ പതിവ്രതമാരിൽ വെച്ച് മുഖ്യയായ മഹാപതിവ്രതേ, അതായത് ദേവി പതിവ്രതയാണ്. പരമേശ്വരി എത്രയെത്ര കവികൾ സാരസ്വത സിദ്ധി കൊണ്ട് ബ്രഹ്മപത്നിയായ സരസ്വതിയെ സ്വാധീനപ്പെടുത്തുന്നില്ല. സാരസ്വത നെയ്യൊക്കെ കഴിച്ചാൽ നല്ല കവിത്വം ഉണ്ടാകും, നല്ല ബുദ്ധി ഉണ്ടാകും എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ആരാണ് സ്വല്പ സമ്പത്ത് കൊണ്ട് സമ്പദ് ദേവതയായ ലക്ഷ്മി ദേവിയുടെ അധിപതിയായി ഭവിക്കാതെ കുറച്ച് സമ്പത്ത് കൊണ്ട് മാത്രമായാലും ലക്ഷ്മി ദേവിയുടെ അധിപതിയായി ഒന്നിരിക്കില്ല. അതുപോലെ ചെറിയൊരു ജ്ഞാനം കൊണ്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല. അല്പധനത്തിൻ്റെ ഉടമസ്ഥ സിദ്ധിച്ചാൽ അവരെ ശ്രീപതി ലക്ഷ്മിപതി എന്നെല്ലാം പുകഴ്ത്തുന്നവരുണ്ട്. പക്ഷേ അത് അങ്ങനെ അല്ല. പക്ഷേ അല്ലയോ സതീരത്നമായ പരദേവതയെ നിന്ദ്രവടിയുടെ കുജാലിംഗനം മഹാദേവനൊഴിച്ച് അചേതമായ കുരവക വൃക്ഷത്തിന് കൂടി ദുർലഭമാകുന്നു. അമ്മയുടെ ആലിംഗനം പരമശിവന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ശ്രീദേവിയെ പ്രാർത്ഥിച്ചാൽ അല്പസമ്പത്ത് കിട്ടും, പക്ഷേ എന്നാലും നമ്മൾ സമ്പത്തിൻ്റെ അധിപതിയാണെന്ന് ചിലവർ തെറ്റിദ്ധരിക്കും. നമ്മളെന്നല്ല മറ്റുള്ളവർക്ക് അതൊരു വലിയൊരു അഹങ്കാരമായിട്ട് മാറും. അതുപോലെ ബ്രഹ്മദേവൻ്റെ പത്നിയായ സരസ്വതിയെ പ്രാർത്ഥിച്ചാൽ സാരസ്വത കവികളായി മാറും എന്നൊക്കെയുള്ള ധാരണയുണ്ട്. പക്ഷേ പരമശിവപത്നിയായ ആ പതിവ്രതാരത്നമായ ആ ഭഗവതിയെ മറ്റു ആർക്കും തന്നെ ആലിംഗനം ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. ഇതേപോലെ ഒന്നും സാധിക്കില്ല എന്ന് അർത്ഥം. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീമന്നാരായണായേതി സമർപ്പയാമി ശ്രീ മഹാദേവേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.